ഇന്ന് കാസർഗോഡിൽ ഒരു പരിപാടി നടന്നു, എല്ലാവർക്കും അറിയും. ആ അനാൻഷ വന്നു, പക്ഷെ പരിപാടി അടിപൊളിയാക്കി നല്ല ക്രൗഡ് ഉണ്ടായി. പക്ഷേ കുറേ ആൾ ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് കുറേ ആൾക്ക് കിട്ടിയത് ലാത്തിരി പോയി, വേറൊന്നുമില്ല. പരിപാടിനെ എങ്ങനെ നടത്തണമെന്നിട്ട് ഈ പരിപാടി വെച്ചവർക്ക് മനസ്സിലായിട്ട എന്തല്ലെങ്കിൽ ക്രൗഡ് കൂടി. അതേപോലെ ടിക്കറ്റ് എടുത്തവർക്ക് എൻട്രി കിട്ടിയില്ല. പിന്നെ അതേപോലെ നമുക്ക് പറയാനുള്ള പർദ്ദ ഇട്ടവർക്ക് 2 പോളി പിന്നോം വെക്കണമെന്നിട്ട് ഒരു വോയിസ് കേട്ട് അത് വിചാരിച്ച അതേപോലെ ചിന്ത തിങ്കിങ് ഞാനും ആക്കി. ആ കറുത്ത ഇട്ടേന് കൊടുക്കണം. ഞാൻ 100% ആ പോലീസുകാരുടെ സൈഡ് തന്നെയാണ് നിൽക്കണം. കാരണം ആ പോലീസുകാരുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റില്ല കേട്ടോ. കാരണം ഇത്രയും വലിയൊരു പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ ഒരു ക്രൗഡ് ഉണ്ടാവുന്ന ഉറപ്പുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ ആ ഒരു എപ്പോഴും ബ്ലോക്കുള്ള ആ ഒരു ന്യൂ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് തന്നെ ഈ പരിപാടി വെക്കാതെ വേറെ എത്രയോ നല്ല സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ ഒന്നും കൊണ്ട് വെക്കാതെ 3000 പേർക്കുള്ള പാസ് എടുത്തിട്ട് 10,000-ലേറെ പേരാണ് അവിടെ പങ്കെടുപ്പിച്ചേക്കുന്നത്. അപ്പൊ പിന്നെ എന്താണെങ്കിലും അവിടെ ഒരു ക്രൗഡ് ഉണ്ടാവൂലേ. അതിന് പോലീസുകാരെ ചീത്തറത്തിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. ആ ഒരു പോലീസുകാരെല്ലാം ചേർന്ന് തക്ക സമയത്ത് ഇതുപോലെ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ പണ്ട് വിജയ് വന്ന സമയത്ത് കരൂരുണ്ടായ അപകടത്തെക്കാളും വലിയൊരു അപകടം, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തുള്ളൊരു അപകടം ഇവിടെ നടന്നു കേട്ടോ. പിന്നെ കരൂർ ദുരന്തത്തിൽ ഈ തമിഴന്മാരെ കുറ്റം പറഞ്ഞ ആ പ്രബുദ്ധ മലയാളികൾ തന്നെയായിരിക്കും കേട്ടോ ഈ അനാൻഷനെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടി ഈ മാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഈ സിനിമാക്കാരും പാട്ടുകാരും വരുന്ന സ്ഥലത്തൊക്കെ പോയി തിക്കും തിരക്കുണ്ടാക്കി പോലീസിന്റെ തല്ലും വാങ്ങി ജീവിതത്തിൽ യാതൊരു ലക്ഷ്യങ്ങളും ഇല്ലാത്ത ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഹിസ്റ്റീരിയെ ബാധിച്ച തലമുറയാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ. എന്റെ മക്കളെ,